മൃഗസ്നേഹികൾക്ക് മുഴുവൻ വലിയ സന്തോഷം പകർന്നുകൊണ്ടാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 2 മാസം മുമ്പ് ഒരു കൗതുക വാർത്ത പറഞ്ഞത്. അതായത് ഇവിടെ ദീർഘവർഷങ്ങൾക്ക് ശേഷം 2 സിംഹക്കുട്ടികൾ ഉണ്ടായി എന്ന കാര്യം. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 68 ദിവസം പിന്നിടുന്നു. ഈ സിംഹക്കുഞ്ഞുങ്ങൾ എന്തായി, അതിൻ്റെ വളർച്ച എന്തായി എന്നൊന്ന് നേരിൽ കാണാൻ എത്തിയതാണ് ഞങ്ങൾ. ഇവിടെ അതിനെ നേരത്തെ ഇട്ടിരുന്ന ഒരു പ്രത്യേക റൂമിൽ നിന്ന് മാറ്റി പ്രത്യേക സജ്ജമാക്കിയ ഒരു ഇടത്തേക്ക് ഈ 2 സിംഹക്കുഞ്ഞുങ്ങളെ മാറ്റിയിരിക്കുകയാണ്. അതിന് പേരുകൂടി ഇട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടിപ്പം ഒപ്പം മൃഗശാലയിലെ ഡോക്ടർ മുകേഷ് കൂടി ചേരുന്നു. എന്തൊക്കെയാണ് ആദ്യം ഇതിന്റെ പേര് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്? ഇപ്പോൾ പേരിട്ടേക്കുന്നത് സിംബ എന്നും സൂര്യ എന്നുമാണ്. മെയിലിനെ നമ്മൾ സിംബ എന്നും ഫീമെയിലിനെ സൂര്യ എന്നാണ് മിനിസ്റ്റർ തന്നെയാണ് പേരിട്ടത്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്നാണ്, ഇതൊരു ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. വലിയ മൃഗങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ദിവസം പാർപ്പിക്കുന്നതിനുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിനെ നമ്മൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചെടുത്തേക്കാണ് കുട്ടികളെ നിർത്താൻ വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് ഈ പ്രായത്തിൽ അവർക്ക് ഓടി നടക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ മസിൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകേണ്ട ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഡോക്ടറോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പോൾ അങ്ങനെ എന്തായാലും അവർക്ക് ആ വൈൽഡ് ബിഹേവിയർ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളെ പോലെയാണ്, വളരെ ക്യൂട്ടാണ്. നമുക്ക് അടുത്ത് പോകുമ്പോഴൊക്കെ പിടിക്കാനും തൊടാനും എടുക്കാനൊക്കെ പറ്റും. അതെ അതെ, നമുക്ക് തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ സോളിഡ് ഫുഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളിതുവരെ മിൽക്ക് മാത്രമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ചിക്കനും ബീഫും മിൻസ്ഡ് മീറ്റായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പ്യുവർ ലിക്വിഡ് ആയിരുന്നു. അതിൽ നിന്ന് 1 മാസം പിന്നിട്ടാണോ ഇങ്ങനെ? കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് നമ്മളിപ്പോൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ക്രമേണ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കുറേശ്ശെ അത് കൊടുത്ത് ഇപ്പോഴും നമ്മൾ മിൽക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഈ കൊടുക്കുന്ന മിൻസ്ഡ് മീറ്റ് തന്നെ പാലിൽ കുതിർത്താണ് കൊടുക്കുക, പാല് കൂടെ ചേർത്തിട്ടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം കണ്ടപ്പോൾ, ഈ അമ്മ ആൺസിംഹവും പെൺസിംഹവും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ അങ്ങോട്ട് വലിയൊരു സ്നേഹം കാണിച്ചിട്ടില്ലെന്ന്. അതിനുശേഷം ഈ വളർന്ന ശേഷം കണ്ടിട്ടുണ്ടോ? ഇല്ല, അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും അവർ കാണാൻ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവരെ നമ്മൾ പ്രത്യേകം കൂടുകളിലേക്കായിരിക്കും മാറ്റുന്നത്. പിന്നീട് അവർ തമ്മിൽ അങ്ങനെ ഒരു കോമ്പാറ്റിബിലിറ്റി നോക്കിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരുമിച്ച് ഒരു പ്രൈഡായിട്ട് വളർത്തുന്ന കാര്യം ആലോചിക്കും. അതല്ലാണ്ട് അവർക്കിടയിൽ ഒരു ഇമോഷണൽ ബോണ്ട് അങ്ങനെ ഇല്ല. മൃഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. അവരുടെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പോകുന്നതോടുകൂടി പിന്നെ അവരുടെ മദറിങ് ടെൻഡൻസിയൊക്കെ പോയി. പിന്നെ അവർക്ക് ഒരിക്കലും ഇന്ന കുട്ടിയാണ് എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഇപ്പൊ തൽക്കാലം നമ്മൾ ഞാനും സ്റ്റാഫും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. കാരണം പൂച്ചയും പട്ടിയും ഒക്കെ എങ്ങനെയാണോ ഒരുമിച്ച് കൂടുമ്പോൾ കിടന്ന് പരസ്പരം കടിപിടി കൂടി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത്, അതിന് സമാനമായ തരത്തിൽ തിരുവനന്തപുരം മൃഗശാലയിൽ 2 സിംഹക്കുട്ടികൾ അത്തരത്തിൽ അവർ പിച്ച് വെച്ച് നടന്ന് ഓടാനുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൗതുക കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തിരുവനന്തപുരം മൃഗശാലയിൽ വേനൽ അവധിക്കാലം കൂടിയാണ്, അതിൽ വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.